നമസ്കാരം. 2025-26 ഫിനാൻഷ്യൽ ഇയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. 2026 ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച്ബാക്ക് വാഹനങ്ങളെ 1 മുതൽ 10 വരെ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ഹാച്ച്ബാക്ക് വാഹനങ്ങൾക്ക് താരതമ്യേന പ്രചാരം കുറവാണ് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. പക്ഷേ അത് സത്യത്തിൽ ശരിയല്ല. ഒരു നല്ല ഹാച്ച്ബാക്ക് വാഹനം, നല്ല ക്വാളിറ്റിയുള്ള 4 സിലിണ്ടർ ഹാച്ച്ബാക്ക് വാഹനങ്ങൾ ലഭ്യമാവാത്തത് കൊണ്ടാണ് ഈ ഫസ്റ്റ് ടൈം ബയേഴ്സൊക്കെ അതിന് മുകളിലുള്ള മൈക്രോ SUV വാഹനം, അതല്ലെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് SUVയിലൊക്കെ പോകുന്നത്. യഥാർത്ഥത്തിൽ കസ്റ്റമേഴ്സിനെ ഫോഴ്സ് ചെയ്യുകയാണ് അവർ ഇഷ്ടപ്പെടുന്ന സെഗ്മെൻറ്റിൽ നിന്നും മറ്റൊരു അപ്പർ സെഗ്മെൻറ്റിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 10ാമത്തെ സ്ഥാനത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിട പറഞ്ഞ ഒരു വാഹനമാണ് മാരുതി സുസുക്കി ഇഗ്നിസ്. 2026 മാർച്ച് മാസത്തോടുകൂടി, മാർച്ചിൻ്റെ എൻഡോടുകൂടി ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിട പറയും. 2026 മാർച്ച് 31 മാക്സിമം ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ള വാഹനങ്ങൾ ഡെസ്പാച്ച് ചെയ്യും. അതിനുശേഷം ഇഗ്നിസ് അവൈലബിൾ ആയിരിക്കില്ല. 2026 ഫെബ്രുവരി മാസത്തിൽ 1848 ഇഗ്നിസ് വാഹനങ്ങളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സപ്ലൈ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോസിൽ ഒരുപാട് സംസാരിച്ചതാണ്. 1.2 K12M എന്ന് പറയുന്ന എഞ്ചിനാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 5,35,000 മുതൽ 7,55,000 വരെയാണ്. അപ്പോൾ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം നിർത്തിക്കഴിഞ്ഞു. ഇനി അതിനൊരു പ്രതീക്ഷയില്ല, പ്രസക്തിയില്ല. 9ാമത്തെ സ്ഥാനത്ത് പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ ഡീസൽ ഉള്ള ഒരേ ഒരു വാഹനമാണ് ടാറ്റയുടെ ആൾട്രോസ്. അത് പ്രീമിയം വാഹനം എന്ന് തന്നെ പറയാം. ആൽഫ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് 90 ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളൊക്കെ ഉള്ളത്. ഈ ഒരു വാഹനം ഡീസലിൽ അവൈലബിൾ ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 ഫെബ്രുവരി മാസം 2063 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ജനുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സെയിൽ ഉണ്ടായിരുന്നു. ഒരു 3000-ന് മുകളിൽ സെയിൽ ജനുവരിയിൽ ഉണ്ടായിരുന്നെങ്കിൽ സെയിൽ നമ്പർ കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇഗ്നിസിൻ്റെ കേസിൽ സപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണ് സെയിൽ നമ്പർ കുറഞ്ഞത്. ഇപ്പോഴും ഇഗ്നിസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരു 400ഓളം ഒരു പർട്ടിക്കുലർ ഏജൻസി തന്നെ ഞാൻ എൻക്വയറി ചെയ്തപ്പോഴത്തേക്കും 400ഓളം ബുക്കിംഗ് ഇപ്പോഴും അവരുടെ അടുത്തുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൾട്രോസിൻ്റെ കാര്യത്തിലേക്ക് വരാം. 6,30,000 മുതൽ 10,51,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 8ാമത്തെ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ബലീനോയെ റീബാഡ് ചെയ്ത് ടൊയോട്ട വിൽക്കുന്നു. അതിൻ്റെ പേരാണ് ഗ്ലാൻസ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാൻസ എന്ന് പറയുന്ന വാഹനം യഥാർത്ഥത്തിൽ ബലീനോ തന്നെയാണ്. പക്ഷേ ബലീനോയ്ക്ക് കിട്ടുന്ന സെയിലിൻ്റെ എനിക്ക് തോന്നുന്നൊരു 8% പോലും ഗ്ലാൻസയ്ക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സെയിം പ്രോഡക്റ്റാണ്, 2 വ്യത്യസ്ത ബ്രാൻഡുകൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അക്സെപ്റ്റൻസ് ആണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രോഡക്റ്റിൻ്റെ വിലയല്ല, ബ്രാൻഡിൻ്റെ വിലയാണ് ഏറ്റവും ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. 3,212 യൂണിറ്റുകൾ 2026 ഫെബ്രുവരി മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്. AMD ട്രാൻസ്മിഷനുണ്ട്. മാരുതി സുസുക്കി അതിനെ AGS എന്നാണ് വിളിക്കുന്നത്. ഗ്ലാൻസ എന്ന് പറയുന്ന വാഹനം അത് ബലീനോ ആണെന്ന് പലർക്കും അറിയില്ല, എന്നാൽ അറിയാവുന്നവർക്ക് അറിയുകയും ചെയ്യാം. ഈ ഒരു വാഹനത്തിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,38,000 മുതൽ 9,15,000 വരെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ബലീനോയേക്കാൾ കുറച്ചും കൂടെ പ്രൈസ് കൂടി നിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. 7ാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് i10 എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ അതൊരു ഹാച്ച്ബാക്ക് വാഹനം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5,59,000 മുതൽ 7,92,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2026 ഫെബ്രുവരി മാസം 5,589 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് ഒരു സൈഡിലൂടെ നല്ല സെയിൽ നേടിക്കൊണ്ടിരിക്കുന്നൊരു വാഹനമാണ് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് i10 എന്ന് പറയുന്ന ഹാച്ച്ബാക്ക് വാഹനം. ഇനി 6ാമത്തെ സ്ഥാനത്ത് മറ്റൊരു ഹ്യുണ്ടായി വാഹനമാണ് i20 ആണ്. i20 എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം എന്ന് പറയുന്ന ടാഗ് ലൈന് 100% അർത്ഥവത്താക്കുന്ന അല്ലെങ്കിൽ അതിനോട് നീതീകരിക്കുന്ന രീതിയിലുള്ളൊരു വാഹനമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അതായത് പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിലുള്ള പ്രീമിയം ഫീച്ചറുള്ളൊരു വാഹനം i20 തന്നെയാണ്. അപ്പോൾ i20യുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2026 ഫെബ്രുവരി മാസം 5,852 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6,87,000 മുതൽ 10,57,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇത് പെട്രോളിലും അവൈലബിൾ ആണ്,
പിന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻ ലൈൻ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 9,22,000 മുതൽ 11,67,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിന് ഉടൻ തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് ലഭിക്കാൻ പോവുകയാണ്. ഇനി 5ാം സ്ഥാനത്ത് മറ്റൊരു ടാറ്റ വാഹനമാണ്, ടാറ്റയുടെ ടിയാഗോയാണ്. ഇപ്പോൾ ഇഗ്നിസ് അപ്രത്യക്ഷമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നൊരു വാഹനം ടിയാഗോ തന്നെയാണ്. ഇപ്പോൾ ടിയാഗോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2026 ഫെബ്രുവരി മാസം 7,040 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് CNG ഉണ്ട്, പെട്രോൾ ഉണ്ട്, അതുമാത്രമല്ല ഇലക്ട്രിക്കിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ ടിയാഗോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ GST ബെനിഫിറ്റിന് ശേഷം നല്ല രീതിക്ക് സെയിൽ നേടിയ വാഹനങ്ങളിൽ ഒന്ന് ടിയാഗോയാണ്. 4,57,000 മുതൽ 7,82,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. പക്ഷേ EVയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം മുതൽ 11,14,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 4ാം സ്ഥാനത്ത് നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഓൾട്ടോ K10 ആണ്. ഫസ്റ്റ് ടൈം കാർ ബയേഴ്സ് എപ്പോഴും നോക്കുന്നത് എൻട്രി ലെവൽ കാർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വാഹനം എന്ന് പറഞ്ഞാൽ അത് 998 cc 3 സിലിണ്ടർ എഞ്ചിനുള്ള ഓൾട്ടോ K10 എന്ന് പറയുന്ന വാഹനം തന്നെയാണ്. 9,787 യൂണിറ്റുകളാണ് ടോട്ടൽ 2026 ഫെബ്രുവരി മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. ഈ ഒരു വാഹനം പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്. AMD ട്രാൻസ്മിഷൻ ഒബ്വിയസ്ലി ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ AMD ഉള്ളൊരു വാഹനം എന്ന് പറയുന്നത്. പ്രൈസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. 3,70,000 മുതൽ 5,45,000 വരെയാണ്. ഇത് യഥാർത്ഥത്തിൽ GSTക്ക് ശേഷമാണ് ഇത്തരത്തിൽ പ്രൈസ് കുറഞ്ഞു വന്നത്. ഇനി 3ാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കി ബലീനോയാണ്. അപ്പം ഇതിനെ യഥാർത്ഥത്തിൽ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ യാതൊരുവിധ പ്രീമിയം നേച്ചറും ഈ ഒരു വാഹനത്തിനില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ i20 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അതല്ല ആട്രോസിൻ്റെ പ്രീമിയം നേച്ചറും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര വലിയ പ്രീമിയം നേച്ചറൊന്നും ബലീനോയ്ക്കില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെക്സ ഷോറൂമിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ പുഷ് ചെയ്യുന്നത് ബലീനോ വാങ്ങാനായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇഗ്നിസ് നിർത്തി, അപ്പോൾ ഇഗ്നിസ് ബുക്ക് ചെയ്ത പല ആളുകൾക്കും ഇഗ്നിസ് കിട്ടാതെ വരുമ്പോഴത്തേക്കും ഷോറൂം പുഷ് ചെയ്യുന്നത് നിങ്ങൾ ബലീനോ എടുത്തോ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ വളരെ നല്ലതാണ്. K12 N എന്ന് പറയുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ് അവിടെ വരുന്നത്. 14,632 യൂണിറ്റുകൾ 2026 ഫെബ്രുവരി മാസം അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു. AGSൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 5,99,000 മുതൽ 9,10,000 വരെയാണ്. ഇനി 2ാം സ്ഥാനത്ത് 3 സിലിണ്ടർ എഞ്ചിൻ സെറ്റൽ എന്ന് പറയുന്ന എഞ്ചിൻ ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ മാരുതി ഉപയോഗിക്കാൻ പോകുന്ന ജനറേറ്ററായിട്ട് ആ ഒരു രീതിക്ക് മാരുതി കൊണ്ടുവന്ന ഒരു എഞ്ചിനാണ് ഈ സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ 1.2 ലിറ്റർ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ്റെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 81.80 bhp ആണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. 111 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ ഒരു വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. 14,833 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് 2026 ഫെബ്രുവരി മാസം വിൽക്കാൻ കഴിഞ്ഞു. 5,79,000 മുതൽ 8,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി 1ാം സ്ഥാനത്ത് ടോപ്പ് 10 കാറുകളുടെ ലിസ്റ്റ് 2026 ഫെബ്രുവരി മാസം എടുത്തപ്പോൾ അതിൽ 7ാം സ്ഥാനത്ത് വന്നൊരു വാഹനമാണ്. ഏകദേശം 35ഓളം വർഷം ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിക്ക് സെയിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. പല വിധത്തിലുള്ള വാഹനങ്ങൾ വന്നിട്ട് പോലും, പല മോഡലിലുള്ള വാഹനങ്ങൾ വന്നിട്ട് പോലും, പല സെഗ്മെൻറ്റിലുള്ള മികച്ച വാഹനങ്ങൾ വന്നിട്ട് പോലും ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ എന്നും ഉയർന്നു നിൽക്കുന്നു. വാഗണാറാണ്. വാഗണാർ 1 ലിറ്ററിലും അവൈലബിൾ ആണ്, 1.2 ലിറ്ററിലും അവൈലബിൾ ആണ്. അപ്പോൾ 1.2 ലിറ്റർ എന്ന് പറയുന്നത് ബലീനോയിൽ ഇരിക്കുന്ന സെയിം K12 N എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2026 ഫെബ്രുവരി മാസം 14,885 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ CNGക്കകത്ത് തന്നെ ടാക്സി സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് ടൂർ ബാഡ്ജിൽ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ വരാനായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ 14,885 യൂണിറ്റുകൾ 2026 ഫെബ്രുവരി മാസം അവർ വിറ്റെങ്കിൽ അതിൽ സിംഹഭാഗവും തീർച്ചയായിട്ടും ടാക്സി സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ്. 35 കിലോമീറ്ററാണ് 1 കിലോഗ്രാമിന് അവർ ക്ലെയിം ചെയ്യുന്നത്. ഏകദേശം ഒരു 30-ന് മുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോൺറ്റൻറ്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.